ഈ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ബാറ്റേഴ്സിന്റെ ഫോമിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് വളരെയധികം വിമർശനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാമല്ലോ, വിരാട് കോഹ്ലി ആണെങ്കിലും ശിവൻ ദുബെ, അതുപോലെ തന്നെ ജഡേജ, രോഹിത് ശർമ്മ എന്നിങ്ങനെയുള്ള ഋഷഭ് പന്ത് ആണെങ്കിലും ആദ്യത്തെ കുറേ കളികളല്ലാണ്ട്, ന്യൂയോർക്കിലെ കുറേ കളികളല്ലാണ്ട് പിന്നീട് ഇങ്ങോട്ടൊന്നും അദ്ദേഹത്തിനും കാര്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ഇംഗ്ലണ്ടുമായിട്ടുള്ള ഈ ഒരു സെമി ഫൈനലിലെ പ്രകടനം വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ വെച്ച് നോക്കുമ്പോഴത്തേനും ഇംഗ്ലണ്ടുമായിട്ടുള്ള ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസ് നമുക്ക് എങ്ങനെ വിലയിരുത്താമെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടതുപോലെ 171 റൺസ് വന്നു എന്ന് പറയുമ്പം ഓക്കെ, ബാറ്റിംഗ് പിച്ചാണല്ലോ എന്ന് തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ് അവിടെ ഉണ്ടായത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ കൊടുത്തിരിക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ വളരെ 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 വലുതാണ്. കാരണം 140+ ആ ഒരു റേഞ്ചിലാണ് ആവറേജ് സ്കോർ അവിടെ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ആവറേജ് സ്കോറും അതുപോലെ നമുക്കറിയാം ഇംഗ്ലണ്ടിന്റെ ഈ പറയുന്ന ബാറ്റിംഗ് ലൈനപ്പും എത്ര അപകടകാരികളായിട്ടുള്ള ബാറ്റേഴ്സ് ആണ് അവിടെ ഉള്ളത് നമുക്കറിയാം. ജോസ് ബട്ട്ലർ ആണെങ്കിലും, സാൾട്ട് ആണെങ്കിലും, ലിവിങ്സ്റ്റൺ ആണെങ്കിലും, വേർസ്റ്റോ ആണെങ്കിലും, അങ്ങനെ പറയാൻ ഒത്തിരി പേരുണ്ടല്ലേ. അപ്പം അത്രയും അപകടകാരികളായിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പിനെതിരെ ഈ പറയുന്ന പോലെ ആവറേജ് സ്കോർ 140 വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് ബാറ്റിങ്ങിൽ ഈ ഒരു 140 മണ്ടയ്ക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് വളരെ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യൻ ടീം എത്ര മെച്യൂർഡ് ആയിട്ടുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു ബാറ്റിംഗ് കണ്ടീഷൻ പെട്ടെന്ന് തന്നെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിലോട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞെങ്കിൽ, വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന പോലെ വിമർശനങ്ങൾ ഉണ്ടാകും. പക്ഷേ എനിക്കും ഈ പറയുന്ന പോലെ ആ ഒരു വിമർശനത്തോട് യോജിക്കാൻ കഴിയുന്നതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുമ്പുള്ള വിരാട് കോഹ്ലിയും ഇപ്പോൾ ഉള്ള വിരാട് കോഹ്ലിയും എന്നുള്ളതിന് അങ്ങനെ ഒരു താരതമ്യം ഇവിടെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മുമ്പുള്ള കളികളും ഇപ്പോഴത്തെ മത്സരങ്ങളും ഒക്കെയും താരതമ്യം ഒരിക്കലും ചെയ്യരുത്. കാരണം അന്നത്തെ കണ്ടീഷൻസ് അല്ല ഇപ്പോഴുള്ളത്. ഇത്ര വലിയൊരു ബിഗ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുമ്പോൾ, അതുപോലെ വേൾഡ് കപ്പ് പോലെ പ്രധാനപ്പെട്ട മത്സരങ്ങളിലാവുമ്പോഴത്തേനും ഈ പറയുന്ന കണ്ടീഷനും പ്രഷറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഈ പറയുന്ന അങ്ങനെ ഒരു താരതമ്യം അവിടെ നമുക്ക് ചെയ്യാൻ യാതൊരു വിധത്തിലും അതിന് പ്രസക്തിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മത്സരത്തിൽ എന്താണ് ഇന്റൻഷൻ, അതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വിരാട് കോഹ്ലി ശരിയാണ്, വലിയൊരു സ്കോറിലോട്ട് പോകുന്നില്ല. പക്ഷെ എന്താണ് ഇന്റൻഷൻ, അല്ലെങ്കിൽ വരുന്ന ബാറ്റർക്ക് എന്താണ് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം. അല്ലാണ്ട് നമ്മൾ വിമർശിക്കുകയല്ല. അവര് ഈ മത്സരത്തിൽ കളിച്ചില്ലെങ്കിൽ അവർ കൊടുത്തൊരു കാര്യമുണ്ട്, വരുന്ന ബാറ്റർക്ക് കൊടുത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത്, അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിരാട് കോഹ്ലി ഓപ്പണിങ്ങിലോട്ട് ഇറങ്ങുമ്പോൾ വിരാട് കോഹ്ലി 1 ഡൗണിൽ കളിച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെ കളിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ചിന്തയിലൊക്കെ ഇരിക്കുന്നത്. പക്ഷെ അങ്ങനല്ല. ഓപ്പണിങ്ങിൽ വരുമ്പോൾ എങ്ങനെ ഈ പറയുന്ന ബോളേഴ്സിന് മേൽ ഒരു ആധിപത്യം സ്ഥാപിക്കാം, അത് തന്നെയാണ് വിരാട് കോഹ്ലി ആണെങ്കിലും രോഹിത് ശർമ്മയുടെ ആണെങ്കിലും ഇന്ത്യൻ ടീമിന്റെ ആണെങ്കിലും പ്ലാനിങ് അത് തന്നെയാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേനും വിരാട് കോഹ്ലിയുടെ ഒരു പെർഫോമൻസ് അവിടെ പതറി നിൽക്കാണ്ട് അറ്റാക്ക് ചെയ്യുക. ഇപ്പം നമുക്കറിയാം ആർച്ചറിനെ ഒരു 6 വിരാട് കോഹ്ലി അടിച്ചു. അതിലൂടെ വരുന്ന ബാറ്റർക്ക് കിട്ടുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിങ്ങനെ പേടിച്ച് നിൽക്കണ്ട, നമ്മൾ വരിക, അടിക്കുക, ആ ഒരു മനസ്സിൽ ആ ഒരു മൈൻഡിൽ ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജ് വിരാട് കോഹ്ലിക്ക് പാസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന പോലെ നമ്മൾ അവിടെ പതറി നിന്നാൽ, ഈ പറയുന്ന പോലെ നമ്മൾ ഈ ടെൻഷൻ അടിച്ച് പ്രഷറിൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരിക, എന്ത് വേണമെങ്കിലും വിക്കറ്റ് സംഭവിക്കട്ടെ, എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, എന്താ പറയുക, നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും അറ്റാക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം. ആ ഒരു മെസ്സേജും ആ ഒരു ഇന്റൻഷനുമാണ് വിരാട് കോഹ്ലി വരുന്ന ബാറ്റർമാർക്ക് പകർന്നു നൽകിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം ഓരോ ഇന്നിങ്സിൽ ഇപ്പോൾ ഈ കളിയിൽ 9 റൺസ് എടുത്തുള്ളൂ. ഓക്കെ, അതിനകത്ത് ഈ പറയുന്ന അവർ ഒറ്റ 6-ൽ തന്നെ ആ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം വിരാട് കോഹ്ലി അവിടെ കാണിച്ചു തന്നു. അതുപോലെ തന്നെ രോഹിത് ശർമ്മ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ രോഹിത് ശർമ്മയുടെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ഒരു എന്താ പറയുക അടിസ്ഥാനമാണ്, അല്ലെ, ഒരു പവർഫുൾ അടിസ്ഥാനമായിട്ട് നമുക്കതിനെ കണക്കാക്കാം. അപ്പം ഇത്രയും ഒരു മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമ്മുടെ ബാറ്റർമാർ എത്ര നല്ല രീതിയിലാണ്. ഇപ്പം വിരാട് കോഹ്ലിയുടെ ഇപ്പം രോഹിത് ശർമ്മയുടെ കാര്യം നമുക്കിനി നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പം ഫോം ഔട്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓരോ കണ്ടീഷനിലും എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അത് മാത്രമാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇനി അടുത്തത് വരുന്നത് എനിക്ക് തോന്നുന്നു ബാർബഡോസിലെ ഈ പറയുന്ന പോലെ ഒരു ബാറ്റിംഗ് പിച്ചാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ ഒരു പിച്ചിൽ നിന്നും, ഈ ഗയാനയിലെ പിച്ചിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ബാർബഡോസിലെ ഈ പറയുന്ന പിച്ചും കാര്യങ്ങളും. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ എന്തായാലും വ്യക്തമായിട്ടൊരു വീഡിയോ നമ്മൾ ഇതിന് പിന്നിൽ നമ്മൾ എന്തായാലും ചെയ്യും.
ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഇനി നോക്കാനുള്ളത് ഈ പറഞ്ഞ രോഹിത് ശർമ്മ ആണെങ്കിലും ഈ പറഞ്ഞ സൂര്യകുമാർ യാദവ് ആണെങ്കിലും എത്ര മെച്ചുവേർഡായിട്ടാണ് അവർ ആ ഒരു എന്താ പറയുന്നത് അവരുടെ സ്ഥാനം, പ്രത്യേകിച്ച് ഈ മിഡ് ഓവറുകളിലൊക്കെ രോഹിത് ശർമ്മയും സൂര്യകുമാറും റൺ റേറ്റ് കയറ്റിയത് അല്ലെങ്കിൽ അവിടെ ശ്രദ്ധാപൂർവം കളിച്ച് മുന്നോട്ട് പോയത് അത് വളരെ വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച്, അതും ഫൈനലിലേക്ക് പോകുമ്പോഴത്തേനും. ഇനി നമുക്ക് ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം. ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് നല്ല ഇതിൽ തന്നെയാണ്, നല്ല ടച്ചിൽ തന്നെയാണ്. ഈ വേൾഡ് കപ്പിലെ മത്സരങ്ങളിൽ നല്ല ടച്ചിൽ തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ കാണപ്പെടുന്നത്. ഇവിടെയും ഹാർദിക് പാണ്ഡ്യയുടെ ആ ഒരു 2 സിക്സ്, അതും നമ്മുടെ ജോർദാന്റെ ഓവറിൽ അടിച്ച 2 സിക്സ്, തുടരെയുള്ള 2 സിക്സ്, അതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത്രയും ഒരു സ്കോറിലോട്ട് എത്താനായിട്ട് നിങ്ങളോട് വന്നിട്ട് 50, 60, 80, 100 അടിക്കണ്ട. നിങ്ങൾ ഈ പറയുന്ന വിന്നിങ് മൊമെന്റ്, നമ്മളുടെ ഒരു ലക്ഷ്യം 160 എന്നുള്ളൊരു സ്കോറാണ്. അപ്പം അതിലോട്ട് എത്തിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു സംഭവമാണ്. അപ്പം അവിടെ ഈ പറയുന്ന റൺ റേറ്റ് താന്നു നിന്ന് കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ്. അപ്പോൾ അവിടെ 2 സിക്സിന്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് നമ്മുടെ വിജയമാണ്, അല്ലേ? അത് നമ്മുടെ വിജയമാണ് അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആ ഒരു 6 അത്രത്തോളം. അപ്പം രവീന്ദ്ര ജഡേജ ആണെങ്കിലും ഈ പറയുന്ന പോലെ എന്താ പറയുന്നത് കൊടുത്തൊരു ഇമ്പാക്റ്റ്, അതായത് ഡെത്ത് ഓവറുകളിൽ 9 ബോളിൽ 17, 188 ഏകദേശം 200 അടുത്ത് സ്ട്രൈക്ക് റേറ്റിൽ 17 റൺസ് എന്ന് പറയുന്ന വലിയ ബിഗ് ഷോട്ട് സിക്സറുകളോ അല്ല, ഗ്യാപ്പ് നോക്കി വളരെ ടൈമിംഗ് വെച്ചിട്ട് ആ ഒരു മനസാന്നിധ്യം അതാണ്. അല്ലെങ്കിൽ അവസാനം നമുക്ക് റണ്ണില്ല, എങ്ങനെയാലും അടിച്ചു കൂട്ടണം, 6 അടിക്കാം, കളത്തി അടിക്കാം, ലോഫ്റ്റഡ് ഷോട്ട് അടിക്കാം എന്നുള്ള ചിന്തയല്ല. വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് എങ്ങനെ കളിക്കാൻ കഴിയും, എങ്ങനെ റൺസ് കണ്ടെത്താൻ കഴിയും എന്നുള്ള ഗ്യാപ്പ് നോക്കി ആ ഒരു എന്താ പറയുന്നത് ആർച്ചറിനെതിരെ കളിച്ച 2-3 ഫോറുകൾ ആർച്ചറിനെതിരെ അടിച്ചു. അത് എത്ര കമ്പോസ്ഡ് ആയിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്തത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പം ഈ പറയുന്ന പോലെ എല്ലാവരും, അക്ഷർ പട്ടേൽ ആണെങ്കിലും ഈ പറയുന്ന പോലെ 6 ബോളിൽ 10 അദ്ദേഹം ഒരു 6 കണ്ടെത്തി. അപ്പം ഡെത്ത് ഓവറുകളിൽ ഇവർ കാമായിട്ട് ഈ പറഞ്ഞ പോലെ റണ്ണ് കണ്ടെത്താൻ ഇവരെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ ശിവൻ ദുബെയുടെ കാര്യമാണ്. ഇപ്പം അദ്ദേഹം നമുക്കറിയാം, ഇവിടെ ആ ഒരു രോഹിത് ശർമ്മ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇറക്കിയ ഒരു വിധം, കാരണം ഈ പറയുന്ന പോലെ ഋഷഭ് പന്ത് പോയതിനു ശേഷം ഈ പറയുന്ന പോലെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വരെ ശിവൻ ദുബെ അവിടെ ഇറക്കായിരുന്നു, കാരണം സ്പിന്നേഴ്സ് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പം അവിടെ ശിവൻ ദുബെ ഇറക്കായിരുന്നു. പക്ഷേ അവിടെ ഒന്നും ഇറക്കാണ്ട്, സ്പിന്നേഴ്സിനെ ഒന്നും ഇറക്കാണ്ട് കളിക്കാൻ കഴിയാണ്ട് പെട്ടെന്ന്, അതായത് ഏകദേശം 17ാമത്തെ ഓവർ, അതായത് ഡെത്ത് ഓവർ കൈകാര്യം ചെയ്യാനായിട്ടുള്ള രീതിയിൽ ശിവൻ ദുബെ ഇറക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ ടൈം കുറവാണ് സെറ്റിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള, കാരണം സ്പിൻ ആണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഇറക്കിയത് കൊണ്ടുള്ളൊരു പിഴവായിട്ട് തന്നെയാണ് അദ്ദേഹം ഡക്കിന് പോയത് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അല്ലാണ്ട് ഈ വലിയൊരു ചേഞ്ചസ് ഒന്നും ഈ ഫൈനലിലോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി അഭിപ്രായമുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.